അപ്പോൾ എല്ലാവർക്കും ഹോം സ്വീറ്റ് ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു റെസിപ്പി ഒന്നുമല്ല, നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കൊറോണ കേസസൊക്കെ ഒരുപാട് കൂടി വരുന്ന ഈ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്കിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് പരിചയമുള്ള ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% വിശ്വസിക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും കൊറോണ കേസ് പോസിറ്റീവ് ആയവർക്കും അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കുന്നവരോടും കുടിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം എന്നാണ് ബ്ലാക്ക് ക്യുമിൻ സീഡ്സ് അല്ലെങ്കിൽ ഒനിയൻ സീഡ്സ് എന്നൊക്കെ പറയുന്ന കരിഞ്ജീരകം. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ് കരിഞ്ജീരകം. കരിഞ്ജീരകത്തിനെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മരണം ഒഴിച്ചുള്ള ബാക്കി എല്ലാ അസുഖങ്ങൾക്കും മരുന്നാണ് കരിഞ്ജീരകം എന്നാണ് പറയുന്നത്. അപ്പോൾ തലവേദനയൊക്കെ വരുമ്പോൾ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ തലയിൽ തടവിയിട്ടുണ്ടെങ്കിൽ തലവേദന മാറും. അതുപോലെ തന്നെ ചുമ, ജലദോഷം, തൊണ്ടവേദന ഇതിനൊക്കെ കരിഞ്ജീരകം മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ ശ്വാസതടസ്സം, ആസ്മ ഇതിനൊക്കെ കരിഞ്ജീരകം വളരെ നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊറോണ വൈറസിൻ്റെ സിംറ്റംസിൽ ഇൻക്ലൂഡഡ് ആണെന്ന് നമുക്കറിയാം. അതായത് തലവേദന, തൊണ്ടവേദന, മെയിനായിട്ട് ശ്വാസതടസ്സം, ഇത് കൊറോണ വൈറസിൻ്റെ സിവിയർ സ്റ്റേജിൽ വരുന്ന സിംറ്റംസ് ആണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് കൊറോണയ്ക്കെതിരെയുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിഞ്ജീരകം ഒരു നല്ല മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കരിഞ്ജീരകമാണ് ഈ ഒരു ഡ്രിങ്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചുക്കാണ്, ഡ്രൈ ജിഞ്ചർ അല്ലെങ്കിൽ ചുക്ക്. അപ്പോൾ ചുക്കും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ചുക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കോൾഡിനും തൊണ്ടവേദനയ്ക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ നീക്കി നിർത്തി നമ്മുടെ ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ്. അപ്പോൾ മഞ്ഞളുടെ ഉപയോഗം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മൾ ഒരുവിധം നമ്മുടെ എല്ലാ ഡിഷസിലും നമ്മൾ മഞ്ഞൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആ ഹെൽത്ത് ബെനിഫിറ്റ്സ് കാരണം തന്നെയാണത്. അപ്പോൾ മഞ്ഞളായാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടാതെ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ചെറുനാരങ്ങ കൂടി നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് വീതമാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ കരിഞ്ജീരകമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ കരിഞ്ജീരകം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് ചുക്കാണ്. ചുക്ക് ഇതുപോലൊരു കഷ്ണം ചുക്കാണ് 2 ഗ്ലാസ്സിന് വേണ്ടത്. അപ്പോൾ ചുക്ക് കിട്ടാനില്ല എന്നാണെങ്കിൽ നമുക്ക് ഇഞ്ചി എടുക്കാം, എന്നാലും ചുക്കാണ് കുറച്ചുകൂടെ എഫക്റ്റീവ്. അപ്പോൾ ചുക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒരു സ്പൂൺ, ചെറിയൊരു സ്പൂണിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. അപ്പോൾ ഈ കരിഞ്ജീരകം ചുക്ക് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ കരിഞ്ജീരകം, ചുക്ക്, മഞ്ഞൾപ്പൊടി ഇത് 3ഉം കൂടെ ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു ടിന്നിലാക്കി വെക്കുകയാണെങ്കിൽ ഇത് ഓരോ സ്പൂൺ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് 3ഉം ഇട്ട് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചെറുനാരങ്ങ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് പകുതി ചെറുനാരങ്ങ മതിയോ, 2 ഗ്ലാസ്സിന് ഒരു പകുതി ചെറുനാരങ്ങ മതിയോ. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചുക്ക് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ കരിഞ്ജീരകം ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കരിഞ്ജീരകം പൊടിയും ചുക്കും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് കുറച്ച് നേരം നന്നായിട്ട് വെട്ടി തിളയ്ക്കണത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ തിളയ്ക്കലൊന്ന് നിന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് പകുതിയാക്കി മുറിച്ച് ഒരു പകുതി ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഒരു ഇളം ചൂടോടെ നമുക്കിത് അരിച്ചിട്ട് കുടിക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് 100% എഫക്റ്റീവ് ആണ്. അപ്പോൾ ഡെയിലി എല്ലാവരും ഇത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക.